എല്ലാവർക്കും നമസ്കാരം. രാധാശിവൻ്റെ രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി ഈ പ്രോഗ്രാമിന് വന്നിട്ട്. കാരണം എൻ്റെ ഈ ഇടത്തെ കാല് ഞാനൊന്ന് തെന്നി വീണായിരുന്നു. അപ്പോൾ ഈ ഏണിനൊരു പ്രോബ്ലം ഉണ്ടായി. അത് സോൾവ് ചെയ്ത് വന്നതുകൊണ്ടാണ് 2-3 മാസം പിടിച്ചത്. അതുകൊണ്ട് ഇത്രയും നാൾ ലേറ്റ് ആയതിനാൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. കപ്പലണ്ടി ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. അതിനെ ഞാൻ എന്ത് ചെയ്തെന്നോ, 1 സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ തൊണ്ട് പോകും. പക്ഷെ നമുക്ക് തൊണ്ട് കളയണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് 1/2 കിലോ കടലപ്പൊടി വാങ്ങിച്ചു. അത് വേണ്ട, അത് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിന് വേണ്ട ഐറ്റങ്ങളായി കാണിക്കുന്നത് കേട്ടോ. പിന്നെ 1.5 മുറി സവാള, ചെറുതാണെ 2 എണ്ണം വേണം. അതിനെ തൊണ്ട് കളഞ്ഞ് കഴുകിയിട്ട് വലുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ എരിവുള്ള പച്ചമുളക് കണ്ടോ, നല്ല എരിവുള്ളതാണ്, ഒരു 8-10 എണ്ണം വേണം. പിന്നെ 1.5 കുടം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത്, അതും വേണം. പിന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി തൊണ്ട് കളഞ്ഞിട്ട് അതും വേണം. അപ്പോൾ അതത്രയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൊടികൾ വേണം. 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീടും ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, അതും 1 സ്പൂണുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടി, അതൊരു ചെറിയൊരു സ്പൂൺ നിറച്ച് വേണം. ഇത്രയും ഐറ്റങ്ങൾ ഇതിന് വേണ്ടതാണ്. അതെങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ അരിഞ്ഞു വെച്ച മസാലയുണ്ടല്ലോ, പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ഞാൻ ഇതിനകത്തൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തിലിട്ടു കണ്ട. അത് കഴിഞ്ഞ് ചെറിയൊരു കപ്പ്, ചെറിയൊരു കപ്പ്, ഇതിനകത്ത് ഫുള്ള് വെള്ളം വേണ്ട, ഒരു 3/4 മതി. ആവശ്യത്തിനേ വെള്ളമാകാൻ പാടുള്ളൂ. അതിനെ ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അരിഞ്ഞതെല്ലാം കൂടെ ഞാൻ ഈ ജാറിലിട്ടപ്പോഴേ നമ്മൾ ആ പൊടികൾ എടുത്തായിരുന്നല്ലോ, അതായത് നമ്മുടെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അതെല്ലാം ഇതിലിടണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കുന്ന കൂട്ടത്തിലെ മസാലയും കൂടെ അങ്ങ് അരഞ്ഞോളൂ. ജീരകം മാത്രം അരച്ചതിന് ശേഷം ഞാൻ ഇട്ട് കാണിച്ചു തരാം. നന്നായിട്ട് അരച്ചെടുത്തു കണ്ട, ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് നമ്മളിതിനെ ഒഴിച്ചു. അപ്പോൾ ഇതിനകത്തിൽ ഓൾറെഡി ഇതിനകത്ത് നനവുണ്ട്, വെള്ളമുണ്ട്. അപ്പം നമ്മൾ വേറെ വെള്ളം ഒഴിക്കണമെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. കാരണം ഇതിനകത്തിലോട്ട് തന്നെ നമുക്ക് ജീരകം ഉണ്ടല്ലോ, ജീരകം ഇതിനകത്തിൽ ഇട്ടു, അരച്ച് വെച്ച മസാലയിൽ. അതിന് ശേഷം നമ്മൾ കടലപ്പൊടി അതിനെ അങ്ങോട്ടിട്ടു. നമുക്ക് കൂടുതലായിട്ട് കട്ടിയാവുകയാണെങ്കിൽ മാത്രം നമുക്കൊരു തുള്ളി വെള്ളവും കൂടെ ചേർത്താൽ മതി. വേണ്ട എങ്കിൽ ചേർക്കണ്ട. പിന്നെ അതേ കപ്പലണ്ടി ഇട്ടു. എന്നിട്ട് ഇതിനെ നമുക്ക് കൂട്ടിച്ചേർത്ത് കൈകൊണ്ട് തന്നെ ചെയ്യണം. നന്നായിട്ടൊന്ന് ചീനിച്ചട്ടി വെച്ചു. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. നന്നായിട്ട് തിളച്ചു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ 2 കപ്പലണ്ടി വരും, ചിലപ്പോൾ 1 കപ്പലണ്ടി വരും, ഓരോരുത്തരുടെ ഇഷ്ടം. ഇങ്ങനെ നന്നായിട്ടിട്ട് ഇതിനെ നമുക്ക് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വറുത്ത് കോരി കണ്ട. അപ്പം നമ്മളുണ്ടല്ലോ ഇതേപോലെ വറുത്ത് കോരുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് ചീനിച്ചട്ടിയിലിടുമ്പോൾ മാത്രമേ ഹൈയിൽ കിടന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മീഡിയം തീയിൽ വേണം രണ്ടാമത് ഇടാനും കോരാനും. കാരണം നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ ഒരിച്ചിരി ലേറ്റ് ആകുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും 4 മണിക്കത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ. നമസ്തേ.